വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 12 മുതലുള്ള 1-2 വാക്യങ്ങൾ വായിക്കുന്നു. എന്നോട് സംസാരിച്ച നാദം എന്ത് എന്ന് കാൺമാൻ ഞാൻ തിരിഞ്ഞപ്പോൾ 7 പൊൻ നിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശ്യനായവനെയും കണ്ടു. മനോഹരമായൊരു ഗാനമുണ്ട്. 7 വിളക്കിൻ നടുവിൽ ശോഭാപൂർണനായി മാറത്ത് പൊൻകച്ചയണിഞ്ഞും കാണുന്ന യേശുവേ, യേശുവാരെന്ന് കണ്ട് തിരിച്ചറിഞ്ഞ് അവൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്ന മനോഹരമായ ഒരു ഗാനം. ഈ പാട്ടോടെ നമ്മുടെ ഇന്നത്തെ ഈ ചെറിയ ഗാന ശുശ്രൂഷ അവിടെ ആരംഭിക്കുകയാണ്. ആ പാട്ട് പാടുന്നതിന് മുമ്പായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാമോ? കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങേ ആരാധിപ്പാൻ ഞങ്ങളെ വേർതിരിച്ചതിനായി സ്തോത്രം. അവിടുത്തെ സൗന്ദര്യം കണ്ട് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ, അങ്ങ് ആരെന്നറിഞ്ഞുകൊണ്ട് അങ്ങേ സ്തുതിക്കുവാൻ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന വലിയ പദവിക്കായി സ്തോത്രം. അവിടുത്തെ മക്കൾ എന്ന പദവി ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. അങ്ങയെ ആരാധിക്കുവാനുള്ള ഭാഗ്യ പദവി ഞങ്ങൾക്ക് തന്നതിനായിട്ട് നന്ദി അപ്പാ. ഇന്നത്തെ ഈ ശുശ്രൂഷയെ ദൈവം അനുഗ്രഹിക്കണം. ഇതിൽ പങ്കുകൊള്ളുന്ന എല്ലാ അങ്ങയുടെ പ്രിയ മക്കളെയും കർത്താവെ, ഞങ്ങളോടൊപ്പം ഈ പാട്ടുകൾ പാടുകയും അങ്ങയെ സ്തുതിക്കുകയും ചെയ്യുന്ന എല്ലാ ദൈവമക്കളെയും, അവരൊക്കെ ഇപ്പോൾ എവിടെയായിരുന്നാലും ആ സ്ഥാനത്തിരുന്നുകൊണ്ട് കർത്താവിനെ ആരാധിപ്പാൻ ബലപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. നമുക്ക് ചേർന്ന് ഈ പാട്ട് പാടാം. നിങ്ങൾക്കറിയാമെന്ന് വിശ്വസിക്കുകയാണ്. അല്ലെങ്കിൽ ഈ ചെറിയ പാട്ട് പുസ്തകം നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ അതിനകത്ത് 8-ാമത്തെ ഗാനമാണ്. നമുക്കെല്ലാവർക്കും ചേർന്ന് സന്തോഷത്തോടെ പാടാം, ധ്യാനത്തോടെ പാടാം, ഭയഭക്തിയോടെ പാടാം, പ്രാർത്ഥനയോടെ ഈ ഗാനം നമുക്ക് ചേർന്ന് പാടാം. 7 വിളക്കിൻ നടുവിൽ ശോഭാപൂർണനായി.
അവസാനത്തെ വരികൾ ഇങ്ങനെയാണ് നമ്മൾ പാടിയത്. എൻ്റെ ഇഷ്ടങ്ങൾ ഒന്നുമേ വേണ്ടനെ യേശുവേ, നിൻ്റെ ഹിതത്തിൻ നിറവിൽ ഞാൻ പ്രശോഭിക്കട്ടെ. സ്തോത്രം. നമ്മുടെ ഒരു ആഗ്രഹമായിരിക്കട്ടെ, നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം അത് തന്നെയായിരിക്കട്ടെ. കർത്താവേ, എൻ്റെ ഇഷ്ടങ്ങളൊന്നും വേണ്ട, അങ്ങയുടെ ഇഷ്ടം, അങ്ങയുടെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നിറവേറപ്പെടട്ടെ. ആ ഒരു പ്രാർത്ഥന. ദൈവമക്കളെ, നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ എല്ലാം ശരിയായിരിക്കണമെന്നില്ലല്ലോ. നമുക്ക് ഇഷ്ടങ്ങൾ ഒരുപാടുണ്ട്, ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട്. അതെല്ലാം നമുക്ക് നന്മയായിരിക്കണമെന്നില്ല. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥന ഇതാണ്: കർത്താവേ, എൻ്റെ ഇഷ്ടങ്ങളല്ല, അവിടുത്തെ ഇഷ്ടങ്ങൾ എൻ്റെ ജീവിതത്തിൽ നിറവേറപ്പെടണം. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടമെന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ നന്മയായിരിക്കും. നാളെ എന്ത് സംഭവിക്കാൻ പോകുന്നു നമുക്കറിയത്തില്ലല്ലോ. നമ്മൾ നാളത്തേക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന കാര്യം നമുക്ക് നന്മയായി തീരുമോ എന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ അതിൻ്റെ പൂർണ്ണതയ്ക്ക്, ആ പൂർണ്ണതയിൽ നമ്മെ ദൈവം ഉപയോഗിക്കാൻ വേണ്ടി, അത് നമ്മൾ അനുഭവിക്കാൻ വേണ്ടി, ആ നന്മ അനുഭവിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലേ? അപ്പോൾ ആ വരികൾ നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമായിരിക്കട്ടെ. ഒരു പാട്ട് കൂടെ നമുക്ക് ചേർന്ന് പാടാം. ഈ പാട്ടുപുസ്തകത്തിലെ 85-ാമത്തെ ഗാനമാണ്. ഒരു ഒത്തിരി പുതിയതൊന്നുമല്ല, എങ്കിലും നിങ്ങൾക്ക് കേൾക്കുന്നവർക്ക് ഒരുപക്ഷെ പലർക്കും അത് പുതിയ ഗാനമായിരിക്കാം. നമുക്ക് ആ പാട്ടിൻ്റെ വരികളൊന്ന് നോക്കാം. അതിനകത്ത് പറയുന്നത്: ഇതുവരെ എന്നെ നടത്തിയ ദൈവം ഇനിയും നടത്തുമല്ലോ. പാട്ടുപുസ്തകത്തിലെ 85-ാമത്തെ ഗാനമാണ്. ഇതുവരെ എന്നെ നടത്തിയ ദൈവം ഇനിയും നടത്തും. ഇന്നലെ അതിശയം ചെയ്തവൻ ഇനിയും ചെയ്യും. സ്തോത്രം. ഇവിടെ ചേർന്നൊന്ന് പറയാം, ആ വരികളൊന്ന് പറഞ്ഞ്. ഇതുവരെ എന്നെ നടത്തിയ ദൈവം ഇനിയും നടത്തുമല്ലോ. ഇന്നലെ അതിശയം ചെയ്ത യേശു ഇനിയും എനിക്കായി അതിശയം ചെയ്യും. സ്തോത്രം. അടുത്ത് പറയുന്നത് എങ്ങനെയാണ്? സന്തോഷിക്കും, ഞാൻ സന്തോഷിക്കും, യേശുവിൽ സന്തോഷിക്കും. നടത്തും എന്നെ ദൈവം തിരുഹിതം പോൽ മറുകര ചേരും വരെ. ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിൻ്റെ ഇഷ്ടം, നമ്മൾ ആദ്യം പാടിയത് അങ്ങനെയാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നിറവേറണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു അതിശയം ദൈവത്തിന് ചെയ്യാനുണ്ട്. അത് ദൈവം ചെയ്യും. എന്ന് ചെയ്യും, എപ്പോൾ ചെയ്യും, ആ സമയം നിശ്ചയിക്കുന്നത് ദൈവം അത്രേ. അപ്പോൾ അത് തക്ക സമയമായിരിക്കും, കൃത്യസമയമായിരിക്കും. ചില സമയങ്ങളിൽ നമ്മൾ ശൂന്യതയിലൂടെ കടന്നു പോകേണ്ട അവസ്ഥ വരും. എല്ലാം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലൂടെയൊക്കെ ഒരു പക്ഷേ കടന്നു പോയിട്ടുള്ളവർ കാണും. ഈ ശബ്ദം കേൾക്കുന്നവർ, ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നവർ കണ്ടേക്കാം. എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം ഉണ്ടായിരുന്നു, പക്ഷേ ഒക്കെ നഷ്ടപ്പെട്ടു പോയി. അതിലുപരിയായി അതിനെ മടക്കിത്തരാൻ ദൈവത്തിന് കഴിയത്തില്ലേ? നമ്മുടെ നഷ്ടങ്ങൾ, നഷ്ടപ്പെട്ടു പോയതൊക്കെ വളരെ നിസ്സാരമെന്ന് നമുക്ക് തോന്നുമാറുള്ള ഒരു വലിയ കരുതൽ, അതിശയം നമുക്ക് വേണ്ടി ചെയ്യാൻ ദൈവത്തിന് കഴിയത്തില്ലേ? സ്തോത്രം. ദൈവം ചെയ്യും. ഇന്നലെ നമുക്ക് വേണ്ടി അതിശയം ചെയ്ത ദൈവം ഇനിയും ചെയ്യും. ഇനിയും ചെയ്യാൻ ദൈവത്തിൻ്റെ പക്കലുണ്ട്. അതുകൊണ്ട് തളർന്നു പോകരുത് കേട്ടോ. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. നിരാശപ്പെട്ടു പോകരുത്. നിരാശ വരും, പക്ഷെ അതിന് നമ്മൾ അടിമകളായി പോകരുത്. ആ നിരാശയൊക്കെ തള്ളിക്കളഞ്ഞിട്ട്, അതിനെല്ലാം മാറ്റിക്കളഞ്ഞിട്ട്, കർത്താവ് എനിക്ക് വേണ്ടി അതിശയം ചെയ്യും. ആ ഉറപ്പ് നമുക്ക് പ്രഖ്യാപിക്കാം. വിശ്വാസത്തിൻ്റെ വാക്കുകൾ നമുക്ക് പറയാം. അതെ, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അതിശയം ചെയ്യും. ഇന്നലെ വരെ എന്നെ നടത്തിയ ദൈവം, ഇതുവരെ എന്നെ നടത്തിയ ദൈവം ഇനിയും നടത്തും, ഇനിയും നടത്തും. നമുക്കൊന്ന് പാടാമോ? പാട്ടിൻ്റെ വരികളൊന്ന് ചേർന്ന് പാടാം. അറിയാത്തവരുണ്ടെങ്കിൽ ഞങ്ങളോട് കൂടെ ചേർന്ന് ഈ വാക്കുകളൊക്കെ ഒന്ന് ഓർത്ത് ചേർന്ന് പാടാൻ ശ്രമിക്കണം. ഈ പുസ്തകത്തിലെ 85-ാമത്തെ ഗാനമാണ്. ഇതുവരെ എന്നെ നടത്തിയ ദൈവം ഇനിയും നടത്തുമല്ലോ. ദൈവം ഇനിയും നടത്തുമല്ലോ.
ദൈവം തിരുഹിതം പോൽ മറുകര ചേരും വരെ നടത്തുമെന്നേ ദൈവം തിരുഹിതം പോൽ മറുകര ചേരും വരെ. മനുഷ്യൻ കനിഞ്ഞാൽ എന്തു തരും? ഒരു തുരുത്തി ജലം മാത്രം. ദൈവം തുറന്നാൽ ഉറവയത്രേ, ഇന്നും വറ്റാത്ത ഉറവയത്രേ. മനുഷ്യൻ കനിഞ്ഞാൽ എന്തു തരും? ഒരു തുരുത്തി ജലം മാത്രം. ദൈവം തുറന്നാൽ ഉറവയത്രേ, ഇന്നും വറ്റാത്ത ഉറവയത്രേ. സന്തോഷിക്കും ഞാൻ സന്തോഷിക്കും, യേശുവിൽ സന്തോഷിക്കും. സന്തോഷിക്കും ഞാൻ സന്തോഷിക്കും, യേശുവിൽ സന്തോഷിക്കും. നടത്തുമെന്നേ ദൈവം തിരുഹിതം പോൽ മറുകര ചേരും വരെ. നടത്തുമെന്നേ ദൈവം തിരുഹിതം പോൽ മറുകര ചേരും വരെ. കാണുന്നതല്ല കേൾക്കുന്നതല്ല വചനമത്രേ സത്യം. എനിക്കായി അരുളിയ വാഗ്ദത്തമെല്ലാം നിറവേറും നിശ്ചയമേ. കാണുന്നതല്ല കേൾക്കുന്നതല്ല വചനമത്രേ സത്യം. എനിക്കായി അരുളിയ വാഗ്ദത്തമെല്ലാം നിറവേറും നിശ്ചയമേ. സന്തോഷിക്കും ഞാൻ സന്തോഷിക്കും, യേശുവിൽ സന്തോഷിക്കും. സന്തോഷിക്കും ഞാൻ സന്തോഷിക്കും, യേശുവിൽ സന്തോഷിക്കും. നടത്തുമെന്നേ ദൈവം തിരുഹിതം പോൽ മറുകര ചേരും വരെ. നടത്തുമെന്നേ ദൈവം തിരുഹിതം പോൽ മറുകര ചേരും വരെ. എല്ലാം ഉണ്ടെങ്കിലും ഒന്നുമില്ലെങ്കിലും എനിക്കെന്റെ യേശു മതി. സ്വർലോക നാട്ടിൽ ചേരുന്ന നാളതു മാത്രം എന്നാശയമേ. എല്ലാം ഉണ്ടെങ്കിലും ഒന്നുമില്ലെങ്കിലും എനിക്കെന്റെ യേശു മതി. സ്വർലോക നാട്ടിൽ ചേരുന്ന നാളതു മാത്രം എന്നാശയമേ. സന്തോഷിക്കും ഞാൻ സന്തോഷിക്കും, യേശുവിൽ സന്തോഷിക്കും. സന്തോഷിക്കും ഞാൻ സന്തോഷിക്കും, യേശുവിൽ സന്തോഷിക്കും. നടത്തുമെന്നേ ദൈവം തിരുഹിതം പോൽ മറുകര ചേരും വരെ. നടത്തുമെന്നേ ദൈവം തിരുഹിതം പോൽ മറുകര ചേരും വരെ. സ്തോത്രം. ഈ പാട്ട് പാടുമ്പോൾ പല കാര്യങ്ങൾ ഓർമ്മയിലേക്ക് വരികയാണ്. ഞാൻ ഈ വരികളൊക്കെ എഴുതിയ സമയത്ത് ഇതുവരെ എന്നെ നടത്തിയ ദൈവം ഇനിയും നടത്തുമല്ലോ, ഇന്നലെ അതിശയം ചെയ്തവൻ യേശു ഇനിയും ചെയ്യുമല്ലോ എന്നൊക്കെ എഴുതിയപ്പോൾ അതൊക്കെ എഴുതിയ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു ശൂന്യതയിൽ നിന്നുകൊണ്ടാണ് എഴുതിയത്. ഞാൻ 18 വർഷം പ്രവർത്തിച്ചിരുന്ന ഒരു ഓർഗനൈസേഷൻ വിട്ട സമയത്ത് എൻ്റെ കൈവശം ഉണ്ടായിരുന്ന എന്നെ ഏൽപ്പിച്ചിരുന്ന എല്ലാ സാധനങ്ങളും തിരികെ ഏൽപ്പിച്ചിട്ട് ഒന്നുമില്ലാത്തവനായിട്ട് വന്ന് എൻ്റെ വീട്ടിലിരിക്കുന്ന ഒരു ദിവസം ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടിലേക്ക് ആകെ ഒരു നിശബ്ദതയാണ്. എല്ലാം ഉണ്ടായിരുന്ന ഒരു സമയത്ത് നിന്ന് ഒന്നുമില്ലാത്ത പൂജ്യത്തിലേക്ക്, ശൂന്യതയിലേക്ക്. ഞാൻ മെറ്റീരിയലായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. ശുശ്രൂഷയ്ക്കൊന്നും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ മറ്റു വസ്തുവകകൾ, സാധനങ്ങൾ, ഞങ്ങളുടെ ഇൻസ്ട്രുമെൻറ്റുകൾ, വണ്ടി, പല സാധനങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം തിരികെ ഏൽപ്പിച്ചതിന് ശേഷം വന്ന് ഒരു ശൂന്യതയെ നോക്കിയിരുന്ന ഒരു ദിവസം ഉണ്ടായി. അന്ന് രാത്രിയിൽ കേരളത്തിൽ നിന്നൊരു ദൈവദാസൻ എന്നെ വിളിച്ചു. ഞാൻ മഹാരാഷ്ട്രയിലാണ് താമസിക്കുന്നത്. പാസ്റ്റർ ഷാജി മാത്യു ഇടമൺ
അദ്ദേഹം രാത്രി എന്നെ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു എന്തായി കാര്യങ്ങളൊക്കെ. ഞാൻ അന്നത്തെ ആ സാഹചര്യം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞൊരു വാക്കിങ്ങനെയാണ്, സങ്കടപ്പെടണ്ട, അപ്പച്ചൻ കണ്ടെയ്നറിൽ അയച്ചിട്ടുണ്ട്, കണ്ടെയ്നർ നിറച്ച് സ്വർഗത്തിലെ അപ്പച്ചൻ അയച്ചിട്ടുണ്ട്. സ്തോത്രം. ദൈവം വിശ്വസ്തനാണ്. ദൈവം നമ്മെ ഒരു ശുശ്രൂഷയ്ക്കായിട്ട് വിളിക്കുമ്പോൾ, ദൈവം നമ്മെ ഒരു കാര്യത്തിനായിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ, ഒരു പ്രവൃത്തി ചെയ്യാനായിട്ട് ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ അതിനു വേണ്ട സന്നാഹങ്ങളൊക്കെ ഒരുക്കി തരേണ്ടതും ദൈവത്തിൻ്റെ ചുമതലയാണ്. ദൈവം അത് ചെയ്യും. സ്തോത്രം. ഇന്നലെ അതിശയം ചെയ്ത ദൈവം ഇനി ചെയ്യത്തില്ലേ? ചെയ്യും. കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ കൈവശം തന്നത് അതും ദൈവമാണ്. അത് പോകട്ടെ എന്ന് പറയുന്നതും ദൈവമാണ്. അത് കഴിയുമ്പോൾ ഒരു പുതിയ ഘട്ടത്തിലേക്ക്, ഒരു പുതിയ തലത്തിലേക്ക് നമ്മെ ഉയർത്തുന്നതും ദൈവമാണ്. സ്തോത്രം. അതുകൊണ്ട് പ്രിയമുള്ളവർ, കഴിഞ്ഞ നാളുകളിൽ സംഭവിച്ച നഷ്ടങ്ങളെയോ ശൂന്യതകളെയോ ഇപ്പോഴായിരിക്കുന്ന ഒന്നുമില്ലായ്മയോ എന്ന് നോക്കിയിട്ട് ഭാരപ്പെടണ്ട. അതിനും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ദൈവം തൻ്റെ പദ്ധതി നിറവേറ്റും. അത് മഹത്തരമായിരിക്കും. കഴിഞ്ഞ നാളുകളെക്കാൾ അധികം ഉന്നതമായ, അധികം മഹത്തരമായ ഒന്നായിരിക്കും ദൈവം ഇനി വരുന്ന നാളുകളിൽ നിനക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത്. ഒന്ന് വിശ്വസിക്കാമോ? ഒന്ന് വിശ്വസിച്ചേ. എന്നിട്ട് പറഞ്ഞ, കർത്താവ് എനിക്ക് വേണ്ടി ഇനി ഒരുക്കുന്ന കാര്യങ്ങൾ മഹത്തരമാണ്, അതിമഹത്തായതാണ്. സ്തോത്രം. ഈ പാട്ടിൻ്റെ വരികളുടെ അടുത്ത് പറയുന്നത് ഇങ്ങനെയാണ്: മനുഷ്യൻ കനിഞ്ഞാൽ എന്തു തരും? ഒരു തുരുത്തി ജലം മാത്രം. നമുക്ക് ആ സംഭവമൊക്കെ അറിയാം. ഹാഗാറിൻ്റെ കയ്യിലേക്ക് അബ്രഹാം ഒരു തുരുത്തി വെള്ളവും ഒക്കെ കൊടുത്താണ് പറഞ്ഞയക്കുന്നത്. ഒരു കൊടുത്തയക്കാൻ പറ്റുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. പക്ഷെ ദൈവം അതിനപ്പുറത്തായിട്ട് ഒരു ഉറവ തുറക്കും. ആ ഉറവ ഒരിക്കലും വറ്റാത്ത ഉറവയായിരിക്കും. തിരുവചനത്തിൽ അന്ന് പറഞ്ഞ ആ ഉറവയുണ്ടല്ലോ, അത് ഇന്നും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും ഞാൻ താമസിക്കുന്നത് നാഗ്പൂരിലാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ വളരെ ഞെരുക്കത്തിലൂടെ കടന്നുപോയ ഒരു സമയം. ഞങ്ങളുടെ കൈവശം രൂപയൊന്നുമില്ല. വീട്ടിൽ ആഹാര സാധനങ്ങൾ വാങ്ങുവാൻ പോലും ഒന്നും സാഹചര്യമില്ലാതെ ഓരോ അർത്ഥപട്ടിണിയിലൂടെ എന്നൊക്കെ വേണേൽ പറയാം. അങ്ങനെ കടന്നുപോയൊരു സമയമുണ്ട്. ഞങ്ങൾ കുഞ്ഞുങ്ങളൊക്കെ അന്ന് വളരെ ചെറുതായിരിക്കുന്ന സമയമാണ്. അന്നൊരു യോഗത്തിൽ വെച്ച് ഞങ്ങളുടെ കൂട്ടുപ്രവർത്തകരെല്ലാവരും കൂടെയുള്ള ഒരു ചെറിയൊരു പ്രാർത്ഥനാ യോഗമാണ്. അതിനകത്ത് വെച്ചൊരു ദൈവദാസനിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിച്ച ഒരു വാക്ക് ഇങ്ങനെയാണ്: നിൻ്റെ ഇന്നത്തെ ഈ ഉണങ്ങി വരേണ്ട അവസ്ഥകളെ ദൈവം മാറ്റും. എന്നിട്ട് പറഞ്ഞതൊരു വാക്കിങ്ങനെയാണ്: ഒരിക്കലും വറ്റാത്ത ഉറവകളെ ദൈവം നിനക്കായിട്ട് തുറക്കും. അങ്ങനെയൊന്നും ആരോടും എന്നോട് പറഞ്ഞിട്ടില്ല കേട്ടോ. അതാദ്യമായിട്ട് അങ്ങനെ ഒരു വാക്ക് കേൾക്കുന്നത്. ഒരിക്കലും വറ്റാത്ത ഉറവുകളെ ഞാൻ നിനക്ക് വേണ്ടി തുറക്കും. സ്തോത്രം. ദൈവം ചെയ്തു കേട്ടോ. അത് ദൈവം അത് ചെയ്തു. ദൈവം വിശ്വസ്തനാ. ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ മാറത്തില്ല. ദൈവം തരുന്ന വാഗ്ദത്തങ്ങൾ നമുക്ക് വേണ്ടി എന്ന് തന്നെയാണ്. അതെല്ലാം നിറവേറും. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ അത് നിറവേറും. നമ്മുടെ കുടുംബത്തിനകത്ത് അത് നിറവേറും. നമ്മുടെ കുഞ്ഞുങ്ങളിൽ, നമ്മുടെ തലമുറകളിലൊക്കെ അത് നിറവേറും. നമ്മൾ അധ്വാനിക്കുന്ന മേഖലകളിലൊക്കെ അത് നിറവേറും. ദൈവം അത്ഭുതം ചെയ്യും നമുക്ക് വേണ്ടി. സ്തോത്രം. അടുത്ത വരികൾ ഇങ്ങനെയാണ് പറയുന്നത്: കാണുന്നതല്ല, കേൾക്കുന്നതല്ല, വചനമത്രേ സത്യം. നമ്മുടെ മുന്നിൽ കാണുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ നമുക്ക് ലഭിച്ചിരിക്കുന്ന വാഗ്ദത്തത്തിന് വിരുദ്ധമായിട്ടായിരിക്കും. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ള ലക്ഷണങ്ങളൊക്കെ ആയിരിക്കും കാണുന്നത്. ആളുകൾ നമ്മോട് പറയുന്നതോ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന വാക്കുകളൊന്നും ആയിരിക്കത്തില്ല. നമ്മൾ കേൾക്കുന്നത് നമ്മളെ നിരാശപ്പെടുത്തുന്ന വാക്കുകളായിരിക്കും. നമ്മുടെ മുന്നിൽ കാണുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളോ, നമ്മുടെ കാതുകളിൽ വന്നു വീഴുന്ന നെഗറ്റീവായിട്ടുള്ള വാക്കുകളോ അതൊന്നുമല്ല സത്യം. അതൊന്നുമല്ല നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത്. നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത് തിരുവചനം. ഈ വചനത്തിൽ എന്തെഴുതിയിരിക്കുന്നുവോ, നമുക്ക് വേണ്ടി എന്തു വാഗ്ദത്തം വചനത്തിൽ പറഞ്ഞിരിക്കുന്നുവോ, അതാണ് നടക്കാൻ പോകുന്നത്. സ്തോത്രം.
അപ്പോൾ അതിൽ വിശ്വസിച്ചാൽ പോരെ. ആളുകൾ നമ്മെക്കുറിച്ച് എന്തെങ്കിലും പറയുമ്പോൾ, നമ്മോട് എന്തെങ്കിലും പറയുമ്പോൾ, ഇവിടെ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, നീ രക്ഷപ്പെടത്തില്ല എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ കേട്ടിട്ട് നമ്മളെന്തിനാണ് സങ്കടപ്പെടുന്നേ? അത് വെറുതെ പൊട്ടത്തരമല്ലേ? അതാ മനുഷ്യരൊക്കെ പറയും, അതൊന്നും ദൈവികമല്ല. ദൈവം തൻ്റെ വചനത്തിൽ എന്ത് നമുക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്നുവോ അത് നമ്മുടെ ജീവിതത്തിൽ നിറവേറും. അതാണ് പറയുന്നത്, എനിക്കായി അരുളിയ വാഗ്ദത്തം എല്ലാം നിറവേറും, നിശ്ചയമായും നിറവേറും. അതാണ് നമ്മുടെ വിശ്വാസം. ആ വിശ്വാസത്തെ ഒന്ന് പറഞ്ഞുകൊണ്ടിരുന്നേ, അത് എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ സംഭവിക്കും, ഇത് സംഭവിക്കും. ഇപ്പോൾ കാണുന്ന കാര്യങ്ങളല്ല നടക്കാൻ പോകുന്നത്, ഇപ്പോൾ കാണുന്ന ലക്ഷണങ്ങളൊന്നുമല്ല എൻ്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത്. എനിക്ക് വേണ്ടി ദൈവം അരുളി ചെയ്ത വാഗ്ദത്തമുണ്ട്, എനിക്ക് വേണ്ടി ദൈവം കൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളുണ്ട്. അത് എൻ്റെ ജീവിതത്തിൽ നിറവേറും, നിറവേറും. സ്തോത്രം. നമുക്കൊരു പ്രാവശ്യം കൂടെ പാട്ടൊന്ന് പാടാമോ? ഇതുവരെ എന്നെ നടത്തിയ ദൈവം ഇനിയും നടത്തുമല്ലോ. ഈ പാട്ടുപുസ്തകം കൈവശമില്ലെങ്കിൽ കഴിയുമെങ്കിൽ അതൊന്ന് എഴുതിയെടുക്കാൻ പറ്റുമെങ്കിൽ എഴുതിയെടുക്കണം. ഈ വാക്കുകളൊക്കെ ഒന്ന് എഴുതിയെടുത്താൽ നല്ലതാണ്. ഇതുവരെ എന്നെ നടത്തിയ ദൈവം ഇനിയും നടത്തും. നമുക്കൊരു നീണ്ട സന്ദേശത്തിൻ്റെ ആവശ്യമില്ല. പലപ്പോഴും ചില വാക്കുകൾ നമ്മെ ധൈര്യപ്പെടുത്തും, ചില വാക്കുകൾ, ചില വരികൾ, അത് മതി നമ്മെ ബലപ്പെടുത്താൻ. അത് നമ്മുടെ നിരാശയിൽ നമ്മളെ കരം പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ നമുക്ക് അത് മതി. ഒരൊറ്റ വാക്ക് മതി, ഒറ്റയൊരു വാക്ക്. നമുക്ക് ചേർന്ന് പാടണം. എല്ലാവരും പാടണം കേട്ടോ, എല്ലാവരും കൂടെ പാടണം, ഞങ്ങളുടെ കൂടെ ഒന്ന് പാടണം. ഇതുവരെ എന്നെ നടത്തിയ ദൈവം ഇനിയും നടത്തും, ഇനിയും നടത്തും, ഇനിയും നടത്തും, ഇനിയും നടത്തും. ഇന്നലെ അതിശയം ചെയ്തവൻ യേശു ഇനിയും ചെയ്യും, ഇനിയും ചെയ്യും, ഇനിയും ചെയ്യും. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഒരു വാഗ്ദത്തത്തെക്കുറിച്ച്? ഒരു ദേവദാസിൽ വിളിച്ച് പറഞ്ഞില്ലേ, അപ്പച്ചൻ കണ്ടെയ്നറിൽ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ? അത് വന്നു കേട്ടോ. കണ്ടെയ്നറിലൊന്നും അല്ല വന്നത്, ഇവിടെ നിന്ന് തന്നെ, ഇവിടെ ഇന്ത്യയിൽ നിന്ന് തന്നെ. അതിനു മുമ്പ് എൻ്റെ കൈവശം എത്ര ഉണ്ടായിരുന്നോ അതിനേക്കാൾ അധികമായി സ്വതന്ത്രമായി പ്രവർത്തിപ്പാൻ, കർത്താവിനോട് എവിടെയും ഓടുവാൻ തക്കവണ്ണമുള്ള സാഹചര്യങ്ങൾ, സംവിധാനങ്ങൾ ദൈവം തന്നു. സ്തോത്രം. ദൈവം വിശ്വസ്തന. ദൈവം നിങ്ങളെയും അനുഗ്രഹിക്കും. നിങ്ങളുടെ കയ്യിലേക്ക് ദൈവം തരും, ദൈവം തരും, ദൈവം തരും. അതേ വാക്കുകൾ നിങ്ങളോട് പറയുകയാണ്. ഒരിക്കലും വറ്റാത്ത ഉറവകളെ ദൈവം നമുക്കായിട്ട് തുറക്കും. അപ്പച്ചൻ കണ്ടെയ്നറിൽ അയച്ചിട്ടുണ്ട് കേട്ടോ. എന്നോട് പറഞ്ഞ അതേ വാക്ക് നിങ്ങളോടും പറയുകയാണ്. കാണും, ആ അതിശയങ്ങൾ നിങ്ങൾ ഈ നാളുകളിൽ കാണും. ഇന്നലെ അതിശയം ചെയ്തവൻ യേശു ഇനിയും ചെയ്യും. നമുക്കൊന്ന് ചേർന്ന് പാടാമോ? ഇതുവരെ എന്നെ നടത്തിയ ദൈവം ഇനിയും നടത്തും. നടത്തിയ ദൈവം ഇനിയും നടത്തുമല്ലോ. ഇന്നലെ അതിശയം ചെയ്തവനേശു ഇനിയും ചെയ്യുമല്ലോ. ഇതുവരെ എന്നെ നടത്തിയ ദൈവം ഇനിയും നടത്തുമല്ലോ. ഇന്നലെ അതിശയം ചെയ്തവനേശു ഇനിയും ചെയ്യുമല്ലോ. നടത്തുമെന്നേ ദൈവം തിരുഹിതം പോൽ മറുകര ചേരും വരെ. നടത്തുമെന്നേ ദൈവം തിരുഹിതം പോൽ മറുകര ചേരും വരെ. മനുഷ്യൻ കനിഞ്ഞാൽ എന്തു തരും? ഒരു തുരുത്തി ജലം മാത്രം. ദൈവം തുറന്നാൽ ഉറവയത്തെ ഇന്നും മറ്റാത്ത ഉറവയത്തെ. മനുഷ്യൻ കനിഞ്ഞാൽ എന്തു തരും? ഒരു തുരുത്തി ജലം മാത്രം. ദൈവം തുറന്നാൽ ഉറവയത്തെ ഇന്നും മറ്റാത്ത ഉറവയത്തെ. സന്തോഷിക്കും, ഞാൻ സന്തോഷിക്കും, യേശുവിൽ സന്തോഷിക്കും, സന്തോഷിക്കും.
നീ സ്വർലോകനാട്ടിൽ ചേരുന്ന നാളതു മാത്രം എന്നാശയതേ. സന്തോഷിക്കും ഞാൻ സന്തോഷിക്കും, യേശുവിൽ സന്തോഷിക്കും. സന്തോഷിക്കും ഞാൻ സന്തോഷിക്കും, യേശുവിൽ സന്തോഷിക്കും. നടത്തുമെന്നേ ദൈവം തിരുഹിതം പോൽ മറുകര ചേരും വരെ. നടത്തുമെന്നേ ദൈവം തിരുഹിതം പോൽ മറുകര ചേരും വരെ. വിശ്വസിക്കാമോ? ദൈവവചനത്തിൽ വിശ്വസിക്കാമോ? കർത്താവ് തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങളെ വിശ്വസിക്കാമോ? അത്ഭുതം നമ്മൾ കാണും. പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ച് നമുക്ക് ഇന്നത്തെ ഈ ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കാം. കണ്ണുകളടയ്ക്കാം. ഇരിക്കുന്ന സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ പ്രാർത്ഥനയിൽ കൂടെ പങ്കുചേരാം. സ്വർഗീയ പിതാവേ, അങ്ങയുടെ വചനത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുത്തെ വാഗ്ദത്തങ്ങളെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് അരുളി ചെയ്തിരിക്കുന്ന തിരുവചനത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന അത്ഭുതങ്ങളെ ഞങ്ങൾ വിശ്വസിക്കുന്നപ്പാ. ഇന്നത്തെ ശൂന്യതകൾ മാറും, ഞങ്ങളത് വിശ്വസിക്കുന്നു കർത്താവേ. ഇന്നത്തെ ഇല്ലായ്മകൾ മാറും, ഞങ്ങളത് വിശ്വസിക്കുന്നപ്പാ. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളെ നടത്തിയ ദൈവം ഇനിയും ഞങ്ങളെ നടത്തും. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്ത ദൈവം ഇനിയും ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഒരിക്കലും വറ്റാത്ത ഉറവകളെ കർത്താവേ അടിയൻ പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ മക്കൾക്ക് വേണ്ടി തുറക്കുന്നതിനായിട്ട് സ്തോത്രം. വളരെ നിരാശയിലായിരിക്കുന്ന ചില പ്രിയപ്പെട്ടവർ ഈ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ കർത്താവേ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവരുടെ നിരാശകളെ നീക്കണമേ, അവരുടെ സങ്കടങ്ങളെ നീക്കണമേ, അവരുടെ ഇല്ലായ്മകളെ നീക്കണമേ കർത്താവേ. ചില ഉറവകളെ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി തുറക്കണമേ. ഒരിക്കലും വറ്റാത്ത ചില ഉറവകളെ കർത്താവേ, അങ്ങയുടെ മക്കൾക്ക് വേണ്ടി അങ്ങ് അരുളി ചെയ്തത്, അങ്ങ് വാഗ്ദത്തം ചെയ്തത് അവർക്ക് വേണ്ടി അയച്ചിരിക്കിയാൽ സ്തോത്രം. ആ മറുപടി അങ്ങ് അയച്ചിരിക്കിയാൽ സ്തോത്രം. അവർക്ക് വേണ്ടിയുള്ള സമൃദ്ധി അങ്ങ് അയച്ചിരിക്കിയാൽ സ്തോത്രം. അവരുടെ ഇല്ലായ്മകളെ നികത്തുന്ന ഈ അനുഗ്രഹം അവർക്ക് വേണ്ടി അയച്ചിരിക്കിയാൽ നന്ദിയാപ്പാ. നന്ദി യേശുവേ, നന്ദി കർത്താവേ. നിങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എൻ്റെ കർത്താവ് അരുളി ചെയ്ത വാഗ്ദത്തങ്ങളിൽ വിശ്വസിച്ചുകൊള്ളണമേ. നിങ്ങൾക്ക് വേണ്ടി ദൈവം അരുളി ചെയ്തിരിക്കുന്ന വാഗ്ദത്തങ്ങളെ ഏറ്റുപറഞ്ഞുകൊള്ളണമേ. ദൈവം നടത്തും. കഴിഞ്ഞ നാളുകളിൽ അത്ഭുതം ചെയ്ത ദൈവം ഇനിയും നമുക്കായി അത്ഭുതം ചെയ്യും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.